കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. ഗുരുവായൂരപ്പൻ ഇന്നിപ്പോൾ ഉദയാസ്തമന പൂജയൊക്കെ ആയിരുന്നു, അപ്പോൾ അതിൻ്റെ തിരക്കുകളൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് തൊഴാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് നമുക്കിങ്ങനെ വരാം. ഇതിപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. മഞ്ജുളാലിൻ്റെ അവിടെ നിന്ന് വരുന്ന മഞ്ജുളാലൊക്കെ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഗോപുരം വരെ കാണുന്ന മാതിരി ഒരു പുതിയ തുടക്കം ആണ്. നോക്കട്ടെ എന്താ പറ്റുക നോക്കട്ടെ. എന്തായാലും നമുക്ക് തൊഴാനായിട്ട് പോവാം. മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്തിട്ട് നമുക്ക് നേരെ അത്തിമര ഗണപതിയെ തൊഴാനായിട്ട് വരാം. അങ്ങനെ വരുമ്പോൾ ഗണപതിയുടെ അവിടെ വന്ന് സുഖമായിട്ട് ദർശനം കഴിഞ്ഞ് ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കൊടിമരം കാണാം. കൊടിമരത്തിൻ്റെ നേരെ മുന്നിലേക്ക് നോക്കിയാൽ ആ വലിയ ബലിക്കല്ലും അതേപോലെ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ, സ്വർണം പതിച്ച കൊമ്പുകളൊക്കെ ഇങ്ങനെ കാണാം. അതിന് നടുക്കായിട്ട് ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറുകയാണ്. വാതിൽപ്പടി അങ്ങോട്ട് കയറുമ്പോൾ ഇടത് ഭാഗത്തേക്ക് നോക്കിയാൽ ആ മേൽപ്പത്തൂരിൻ്റെ പീഠം കാണാം. നാരായണീയം എഴുതാനായിട്ട് ഇരുന്നിരുന്ന പീഠം. അവിടെ തന്നെ കിടാവിളക്ക് ചില്ലും കൂട്ടിൽ വെച്ചിട്ടുണ്ട്. അതേപോലെ അദ്ദേഹത്തിൻ്റെ നാരായണി എഴുതുമ്പോൾ നരസിംഹാവതാര രൂപം കാണിച്ചു കൊടുത്ത ആദ്യത്തെ തൂണും നോക്കിയിട്ടൊന്ന് സ്മരിച്ച് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ അല്ലെങ്കിലേ പ്രകാശം, അതേപോലെ തന്നെ നല്ല പ്രകാശമാണ് കാണുക. നമുക്ക് മുകളിലിങ്ങനെ നോക്കുമ്പോൾ ആകെ എന്താ പറയുക, ഒരു സ്വർണത്തിൻ്റെ നെയ്വിളക്ക്, സ്വർണത്തിൻ്റെ വിളക്കും വെള്ളി വിളക്കിലൊക്കെ നെയ്യ് ഒഴിച്ചിട്ടിങ്ങനെ ആ നെയ്യ് ദീപത്തിൻ്റെ പ്രഭയാണ്. അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നത് ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാണ്ട്. അങ്ങനെ കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. പിന്നെ അരമണി ഇങ്ങനെ ചാർത്തി കിടക്കുന്നുണ്ട്. അതിൻ്റെ കിങ്ങിണി ഞാന്ന് കിടക്കുന്നുണ്ട് താഴത്തേക്ക്. അപ്പം അതിങ്ങനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു കയ്യിൽ. ഇടത്തെ കൈ കൊണ്ട് അതിങ്ങനെ പിടിച്ചിട്ടുണ്ട്. കൈവളകൾ കാണാണ്ട്, അതേപോലെ തോൾവളകൾ കാണാണ്ട്, 2 കൈയിലും കൈവളകളും തോൾവളകളും ഒക്കെ കാണാണ്ട്. വലത്തെ കയ്യിൽ പൊന്നോടക്കുഴലും പിടിച്ചിട്ടുണ്ട്. ഇത് കിങ്ങിണി ഇങ്ങനെ താഴത്തേക്ക് അമ്മ കെട്ടിക്കൊടുത്തത് ശരിയായിട്ടില്ല എന്നുകൊണ്ട് അത് അഴിഞ്ഞ് ചാടി പോകുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ പിടിക്കട്ടെ എന്നുള്ള ഉദ്ദേശത്തിൽ, ഇനി അത് വീണ് പോകണ്ട എന്നുള്ള ഉദ്ദേശത്തിൽ അതിങ്ങനെ പിടിക്കുകയാണ്. അപ്പോൾ ഇടത്തെ കൈ കൊണ്ട് അങ്ങനെ ആ ഒരു കാഴ്ചയാണ്. പിന്നെ മുകളിലേക്ക് നോക്കിയാൽ വളയം പോലത്തെ മാല ഉണ്ട് കഴുത്തിൽ. അതേപോലെ ഒരു മാങ്ങാമാല, ഒരു പതക്കം പോലത്തെ മാല. പിന്നെ പീലി തിരുമുടി ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. പീലി ഇങ്ങനെ 3 പീലി കളപ്പം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ തിരുമുടി മാലകളുണ്ട്. പിന്നെ ഒരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. ആ തിരുമുടി മാലകൾ എങ്ങനെ വെച്ചാൽ വെളുത്ത പൂവ്, വെളുത്ത താമരയും തുളസിയായിട്ടുള്ളതാണ്. അങ്ങനത്തെ 2 എണ്ണം. പിന്നെ ഒന്ന് തെച്ചിയും തുളസിയും. അതേപോലെ ഉണ്ടമാലകൾ എങ്ങനെ വെച്ചാൽ ഒരു വെളുത്ത താമരപ്പൂവ് മാത്രമായിട്ടുള്ളൊരു ഉണ്ടമാല ഉണ്ട്. പിന്നെ തുളസിയും തെച്ചിയായിട്ടുള്ളതും. അങ്ങനെ താമരയ്ക്കാണ് പ്രാധാന്യം. ഇഷ്ടംപോലെ ധാരാളം താമരകളുണ്ട്. അപ്പോൾ അങ്ങനെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നമ്മൾ നോക്കി തൊഴുകയാണ് ആ സോപാനപ്പടിയിൽ നിന്നിട്ട്. എല്ലാവരും എൻ്റെ കൂടെ വന്നോളും. എന്നെ കേൾക്കുന്ന ഏത് സമയത്താണോ ആ സമയത്ത് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ തിരുനടയിലാണ് ആ സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്ന് അങ്ങനെ വിചാരിക്കുക. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ആ അലങ്കാരം നമ്മൾ കാണുകയാണ്, ആ ഗുരുവായൂരപ്പനെ നമ്മൾ ദർശിക്കുകയാണ് എന്നങ്ങനെ വിചാരിക്കുക. അപ്പോൾ ആ ഒരു കാഴ്ച, ആ ഒരു അനുഗ്രഹം നമുക്കുണ്ടാവും. അങ്ങനെ അവിടെ നിന്ന് തൊഴുത് പിന്നെ മുകളിൽ വിധാനമായിട്ട് താമരമാല ഉണ്ട്, തുളസിമാലയുണ്ട് കേട്ടോ. 4-5 ഉണ്ട്. നല്ല താമരയാണെന്ന് ഇഷ്ടം പോലെ. ശ്രീലകത്ത് മുഴുവൻ താമര എന്ന് പറഞ്ഞ പോലെ. അങ്ങനെ നമ്മൾ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി ആദ്യം കാണുന്ന അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴുത്, ആ തിടപ്പള്ളി നോക്കി തൊഴുതു. അതേപോലെ ആലിലെ കണ്ണിനെയും കണ്ട് തൊഴുത് ഗ്രില്ലിൻ്റെ അപ്പുറത്തേക്ക് കിടന്ന സപ്തമാതാക്കളെ കണ്ട് തൊഴാം. പിന്നെ അങ്ങനെ ഗണേശൻ്റെ അടുത്തേക്ക് വരിക. ഗണേശൻ്റെ അടുത്ത് വരുമ്പോഴൊക്കെ തിരക്കുണ്ട്. എന്നാലും അതിലൂടെ ഇങ്ങനെ നമുക്ക് പോരുമ്പോൾ ആ ഗണേശൻ്റെ മുഖം ഇങ്ങനെ കാണാം. മുഖം ഇങ്ങനെ ചന്ദനം ചാർത്തിയിട്ടുണ്ട്. പിന്നെ മുകളിലേക്ക് കിരീടം വെച്ചിട്ടുണ്ട്, നല്ല സ്വർണത്തിൻ്റെ കിരീടം.
അതേപോലെ തന്നെ സ്വർണത്തിൻ്റെ മാലകൾ ചാർത്തിയിട്ടുണ്ട്. വലിയ കാശുമാല പോലത്തെ മാല ചാർത്തിയിട്ടുണ്ട്. പിന്നെ മഞ്ഞ പട്ട് അവിടെ വെച്ചിട്ടുണ്ട്, ഒരു കദളിപ്പഴം വെച്ചിട്ടുണ്ട്. അതാണ് ഇന്നത്തെ ഗണേശൻ്റെ അവിടുത്തെ കാഴ്ച. അപ്പം എല്ലാവരും ഗണേശനെ പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവീനെ നോക്കുക. അപ്പോൾ ആ ഒരു ഫോട്ടോ ഉണ്ട്, പുതിയ ഫോട്ടോ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. ആ വരാഹത്തിൻ്റെ ഒരു സൈഡിൽ കുറൂരമ്മയും ആ ഉണ്ണിക്കണ്ണനും ഇരിക്കുന്നത് ഇങ്ങനെ കാണാം കേട്ടോ. പിന്നെ നമ്മൾ കാണുന്നത് മേൽശാന്തിയിൽ അവിടുന്ന് അർച്ചന പ്രസാദം വാങ്ങുക. പിന്നെ വാമന രൂപവും അതേപോലെ ഗജേന്ദ്ര മോക്ഷത്തിൻ്റെ രൂപവും ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത്ത് അങ്ങനെ ആനന്ദശായിയായ ആനന്ദപത്മനാഭൻ്റെ അടുത്തേക്ക് വരിക. അവിടെ ഇന്ന് ധാരാളം താമരമാലകളുണ്ട്, തുളസിമാലകളുണ്ട്, ഒക്കെ അവിടെ കണ്ട് നമ്മൾ ആ കാൽപാദത്തിൻ്റെ അവിടെ വന്നിട്ട് ആനന്ദശായിയായ ആനന്ദപത്മനാഭനെ കണ്ട് തൊഴാം. അങ്ങനെ അവിടെ കണ്ട് തൊഴുത് നമ്മൾ നേരെ ശ്രീകോവിലിൻ്റെ പുറകു വശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നേരെ നോക്കിയാൽ മുകളിലെ സൈഡിലേക്ക് ഇങ്ങനെ നോക്കിയാൽ നരസിംഹത്തിൻ്റെ രൂപം കാണാം. പിന്നീട് നമ്മൾ കാണുന്നത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ദശാവതാര രൂപങ്ങളൊക്കെ ബാക്കിയുള്ളതൊക്കെ കാണാം. ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ഒക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ കൃഷ്ണനെ കാണുക. കൃഷ്ണനെ കാണുമ്പോൾ 2 തുളസിമാലകൾ ചാർത്തിയിട്ടുണ്ട്. പിന്നെ അതേപോലെ മുരുകന് ഭസ്മം കൊണ്ട് അഭിഷേകമുണ്ട്, ഒരു വെളുത്ത മാലയുണ്ട്. പിന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഒന്നിപ്പോൾ കുങ്കുമം മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക, എല്ലാവരും തൊഴുതോളൂ കേട്ടോ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരൂപവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച് അവിടുന്ന് നിങ്ങൾ വരുമ്പോൾ രാധാകൃഷ്ണ വിഗ്രഹവും അതേപോലെ കാളിയമർദ്ദന രൂപവും ആ വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ ഓവിൻ്റെ അവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുക. അതിനുശേഷം കുറച്ച് പടിഞ്ഞാറോട്ട് മാറിയിട്ട് ആ ചുമരിലേക്ക് നോക്കിയാൽ താമരക്കണ്ണനെ കാണാം. കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് പിന്നെ നമ്മൾ മുകളിലേക്ക് നോക്കുക. മുകളിലേക്ക് നോക്കിയാൽ കിഴക്ക് വശത്തേക്ക് നോക്കിയാൽ ആ ഗരുഡധ്വജനെ കാണാം. ഗരുഡനെ കാണാം. കൊടിമരം നോക്കി തൊഴാം. പിന്നീട് ആ മണിക്കിണറും അതേപോലെ നൃത്താറയൊക്കെ കണ്ട് തൊഴുത് പിന്നെ കുറൂരമ്മേനെയും നാരദരെയും അതേപോലെ മേൽപ്പത്തൂരിനെയും വസുദേവരെയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ വന്ന് വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരിക. പുറത്തേക്ക് വന്നതിന് ശേഷം പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. പിന്നീട് നമ്മൾ എടത്തരികത്തുകാവ് ഭഗവതിയുടെ അടുത്തേക്ക് വരിക. ഭഗവതിയുടെ അവിടെയൊക്കെ തിരക്ക് തന്നെയാണ്. അങ്ങനെ അവിടെ വരുമ്പോൾ പതുക്കെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇന്ന് ഗോളകയാണ്. മുഖത്തൊക്കെ ഗോളക, അങ്ങനെ വര ഗോളകയാണ്. പിന്നെ താഴത്തേക്ക് പാവുണ്ട്, പട്ടിൻ്റെ ഉടുപ്പിച്ചിട്ടുണ്ട്, ചുവന്ന പട്ടുടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ മുകളിൽ നല്ല ചുവന്ന പൂവുകളുണ്ട്, അവിടെയുണ്ട് താമരമാലകൾ. ധാരാളം മാലകൾ കാണാനുണ്ട്. അർച്ചന പൂക്കൾ ധാരാളം, ഒക്കെ താമര തന്നെയാണ് കാര്യമായിട്ട്. വെളുത്ത താമര ഇങ്ങനെ എന്തായാലും നന്നായിട്ട് കാണാനുണ്ടത്. അപ്പോൾ നമുക്ക് അമ്മേനെ പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കുക. മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. മമ്മിയൂർ പോയി തൊഴുന്ന പോലെ സങ്കല്പിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. എന്നിട്ട് ഒന്ന് പ്രദക്ഷിണമായിട്ട് അവിടുന്ന് ഇങ്ങനെ കൊടിമരത്തിൻ്റെ അവിടേക്ക് വരാം. അവിടെ നിന്ന് വീണ്ടും നമുക്ക് ആ പൊന്നുണ്ണി കണ്ണനെ കാണാം, ശ്രേയിൽ കത്തേക്ക് നോക്കിയിട്ട്.
ഉണ്ണീനെ കണ്ട് നമസ്കരിച്ച് കൂത്തമ്പലത്തിൻ്റെ അവിടേക്ക് വരിക. കൂത്തമ്പലത്തിൻ്റെ അവിടെയും കിടാവിളക്ക് ഇങ്ങനെ കത്തുണ്ടാവും, അതൊന്ന് നോക്കി കണ്ട് തൊഴാം. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അടുത്ത് നിന്നിപ്പോൾ കാര്യമായിട്ടുള്ള അലങ്കാരങ്ങളായിട്ടില്ല. മുഖത്തിങ്ങനെ കുറച്ച് ചന്ദനം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കിരീടം വെച്ചിട്ടുണ്ട്. അവിടെയും ധാരാളം അർച്ചനപ്പൂക്കൾ കാണാനുണ്ട്. അപ്പോൾ ഭൂതനാഥനെ തൊഴുക കേട്ടോ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടെ തൊഴുത് നമ്മളങ്ങനെ വരുമ്പോൾ പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കണ്ട് തൊഴാം. കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമ്മളിങ്ങനെ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വന്ന് രുദ്രതീർത്ഥ കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ അതിന് നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് നമ്മളിങ്ങനെ വരുന്നത് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹമുള്ള നാരായണാലയത്തിലേക്കാണ്. അവിടെ വന്നതൊന്ന് കണ്ട് തൊഴുത് പിന്നെ നമ്മളിങ്ങനെ വരുമ്പോൾ ഭഗവതി നടയിലേക്കും അതേപോലെ നേരെ ആ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടേക്കും വന്ന് ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നാൽ ഒന്നുകൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴാം. പിന്നെ തെക്കേ നടയിലേക്ക് വന്ന് കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതി ദേവീനും മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. അങ്ങനെ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു. നമ്മളെല്ലാവരും തൊഴുതു. ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവരിലേക്കും എത്തും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ സമക്ഷത്തിലേക്ക് നമ്മൾ ആ പ്രാർത്ഥന എത്തിക്കുകയാണ്. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. അവരുദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഗുരുവായൂരപ്പൻ തുണയേകട്ടെ. ഹരേ കൃഷ്ണ.